نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم قل أرأيتم إن أصبح ماؤكم غورا فمن يأتيكم بماء معين അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മെ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യ ജീവിതത്തിന്റെ നിലനിൽപ്പ് തന്നെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമായ ജലവുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യ ശരീരത്തിൽ 80% വെള്ളമാണ്. ഈ ലോകത്ത് സർവചരാചരങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് വെള്ളം കൊണ്ടാണ്. വല്ലാഹു ഖലക കുല്ല ദാബത്തിൻ മിൻ മാഇൻ. എല്ലാ ജന്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. ഈ വെള്ളത്തിന്റെ അഭാവം നമ്മെ മരണത്തിലേക്ക് നയിക്കും. വിശുദ്ധ ഖുർആൻ നമുക്ക് ഏവർക്കും പരിചയമുള്ള സൂറത്തുൽ മുൽക്കിൽ 67-ാമത്തെ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവരോട് ചോദിക്കും നബിയെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ അസ്ബഹ മാഉകും ഗൗറൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആരാണ് ഒഴുകുന്ന ഉറവു ജലം നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? ജനങ്ങളോട് മുഹമ്മദ് നബി നീ ഒന്ന് അന്വേഷിക്കുക, അവരോടൊന്ന് ചോദിക്കുക, അവരോടൊന്ന് ചിന്തിക്കാൻ ആവശ്യപ്പെടും. അവർ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ആരാണ് ഒഴുകുന്ന ഉറവു ജലം അവർക്ക് കൊണ്ടു കൊടുക്കുക? ആരാണ് നിങ്ങൾക്കത് കൊണ്ടുവന്ന് തരിക എന്ന് ജനങ്ങളോട് നീ ചോദിച്ചു നോക്കുക എന്നാണ്. നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരനുഗ്രഹം, ആ അനുഗ്രഹത്തെ പലപ്പോഴും ആളുകൾ കൂടുതൽ ചിന്തിക്കാറില്ല. കണ്ണാകുന്ന അനുഗ്രഹം, വീടാകുന്ന അനുഗ്രഹം, കേൾവിശക്തിയാകുന്ന അനുഗ്രഹം, സമ്പത്താകുന്ന അനുഗ്രഹം, ഇതൊക്കെ നിരന്തരമായി ഉപയോഗിക്കുന്നവർക്ക് ആ അനുഗ്രഹത്തെ പറ്റി പലപ്പോഴും അവർ കൂടുതൽ ചിന്തിക്കില്ല. ഇതുപോലെയാണ് സുലഭമായി വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളമാകുന്ന അനുഗ്രഹത്തെ പറ്റി പലരും ചിന്തിച്ചു കൊള്ളണം എന്നില്ല.
എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി വെള്ളമാകുന്ന അനുഗ്രഹത്തെക്കുറിച്ചും അതേപോലെ അതിലൂടെ ഒട്ടേറെ പാഠങ്ങൾ അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, നിങ്ങളാണോ അത് മേഘങ്ങളിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത്, അതല്ല നാം ആണോ ഇറക്കുന്നവൻ? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ, അതെങ്ങാനും കയ്പ് രസമുള്ള ഉപ്പ് വെള്ളമാക്കി കളഞ്ഞിരുന്നുവെങ്കിൽ, പടച്ചോൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഫലൗലാ തശ്കുറൂൻ, എന്നിട്ടും നിങ്ങൾ എന്തേ നന്ദി കാണിക്കാത്തത്? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാകുന്ന ഒരു സ്രഷ്ടാവ് ഈ ലോകത്തുണ്ട് എന്ന് മനുഷ്യന് മനസ്സിലാക്കാനാണ് ഈ ആയത്തുകൾ. കുടിക്കുന്ന വെള്ളത്തെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരാ നിന്റെ കയ്യിൽ ആ ഒരു ഗ്ലാസ് വെള്ളം? അതാരാണ് ഇറക്കിയത്? എവിടുന്നാണ് അത് കിട്ടിയത്? കിണർന്നാണല്ലേ. കിണറ്റിൽ എങ്ങനെ ആ വെള്ളം എത്തി? മഴ പെയ്തിട്ടാണല്ലേ. ആ മഴ ആരുണ്ടാക്കി? അതിൽ നിനക്ക് എന്ത് പങ്കാവുള്ളത്? അങ്ങനെ നീ ഒന്ന് ചിന്തിക്ക്. ഇനി നീ കുടിക്കുന്ന ആ വെള്ളം തൊട്ടപ്പുറത്ത് വിശാലമായ കടലാണ്, കരയേക്കാൾ കൂടുതൽ അതിലുള്ള വെള്ളം ഉപ്പുരസമുള്ളതാ, കയ്പ് രുചിയുള്ളതാ. അങ്ങനെയെങ്ങാനും ഈ വെള്ളത്തെ കൂടി അള്ളാഹു ആക്കിയാൽ, എന്നിട്ടും ഫലൗലാ തശ്കുറൂൻ, നന്ദി ചെയ്യുന്നില്ലേ മനുഷ്യന്മാരെ? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ ആസ്തിക്യത്തെ തന്നെ ബോധ്യപ്പെടുത്തുമാറ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ വെള്ളമാകുന്ന മഹത്തായ അനുഗ്രഹം, ആ അനുഗ്രഹം എങ്ങനെയാ നമുക്ക് ലഭിക്കുന്നത്? അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുകയും, മേഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കാറ്റുകളെ നാം അയക്കുന്നു. ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅസ്ഖൈനാകുമൂഹ്. ഫഅൻസൽനാ, അപ്പോൾ നാം ഇറക്കുന്നു, മിനസ് സമാഇ മാഅൻ, ആകാശത്തുനിന്നും വെള്ളം നാം ഇറക്കുന്നു. എന്നിട്ടോ വെള്ളം ഇറക്കിയത് കൊണ്ട് നമുക്ക് എല്ലാ ഉപകാരവും കിട്ടില്ല. ഫഅസ്ഖൈനാകുമൂഹ്, അതിനെ നാം കുടിക്കുമാറാക്കുന്നു. വെള്ളം ധാരാളം ഒഴുകിക്കഴിഞ്ഞാൽ നമുക്കെടുത്ത് കുടിക്കാൻ പറ്റുമോ? ആ വെള്ളത്തെ ആരാണോ ഇറക്കുന്നത്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നെ അതിനെ കുടിക്കുമാറാക്കുന്നു. അടുത്ത ഭാഗം കേട്ടോളൂ. വമാ അൻതും ലഹു ബിഖാസിനീൻ, നിങ്ങൾക്കത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. മഴ അങ്ങോട്ട് പെയ്തു, ഇപ്പൊ നമ്മൾ വെള്ളം കുടിക്കുന്നില്ലേ? ഉണ്ട്. ഇപ്പൊ മഴ പെയ്യുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട് വെള്ളം കുടിക്കുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിച്ച റബ്ബ് തന്നെ നമുക്കൊരു പാത്രത്തിലാക്കി അവിടെ വെക്കാൻ സംവിധാനം ഉണ്ടാക്കി. സ്വിച്ചിട്ടാ വെള്ളം മോട്ടറിലെത്തി, പിന്നെ തിരിച്ചു കൊടുത്താൽ മതി, ബക്കറ്റ് താഴ്ത്തി കൊടുത്താൽ മതി വെള്ളം. ഈ വെള്ളം എങ്ങനെ അവിടെ സംഭരിക്കപ്പെട്ടു? ആ സംഭരിക്കുന്നതിൽ എന്റെയും നിങ്ങളുടെയും പങ്കെന്താ? ഒരു പങ്കുമില്ല. വമാ അൻതും ലഹു ബിഹാസിനീൻ, നിങ്ങൾക്കത് സംഭരിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. ആ വേനൽക്കാലം 6 മാസമുണ്ട്, പാത്രം ഒന്നായിട്ട് എടുത്തിട്ട് വെള്ളം ശേഖരിച്ചു വെച്ച് ആർക്കെങ്കിലും വെക്കാൻ കഴിയുമോ? അങ്ങനെ വെച്ചാൽ തന്നെ വെള്ളം ആ രൂപത്തിൽ നമുക്ക് ഉപകാരപ്രദമായി കിട്ടുമോ? ഇല്ല. അപ്പോൾ വെള്ളമാകുന്ന അനുഗ്രഹം അത് പെയ്യുന്നത്, അത് പെയ്താൽ തന്നെ കുടിക്കുമാറാകണം. ആ സമയത്ത് മാത്രം കുടിച്ചാൽ പോരാ, കാലങ്ങളോളം കുടിക്കണം, ഓരോ ദിവസവും കുടിക്കണം, മണിക്കൂറുകളിൽ തന്നെ കുടിക്കണം. അങ്ങനെ കുടിക്കുവാൻ പറ്റുന്ന തരത്തിൽ ആരാണത് സംഭരിച്ചു വെച്ചത്? നമുക്ക് മനുഷ്യന്മാർക്ക് അത് സംഭരിച്ചു വെക്കാൻ സാധിക്കുമായിരുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമായ ഈ വെള്ളം, അതിനോട് മനുഷ്യർ നന്ദിയുള്ളവനാകണം. എന്തിന്? ആ വെള്ളം നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നന്ദിയുള്ളവരാകണം. നോക്കൂ, ലോകത്ത് ഏറ്റവും വലിയ നന്ദികേടാണ് റബ്ബിനെ അല്ലാതെ ആരാധിക്കുക, റബ്ബിനോടല്ലാതെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. എന്നാൽ അവരും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരും അവരുടെയും വിശ്വാസം വിശുദ്ധ ഖുർആൻ പറയുന്നു, വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാആ. മുഹമ്മദ് നബിയെ, നീ അവരോട് ചോദിച്ചാൽ, മൻ നസ്സല മിനസ് സമാഇ മാഅൻ, ആരാണ് ആകാശ ലോകത്ത് നിന്ന് വെള്ളം ഇറക്കി കൊണ്ടുവരുന്നത്? ആരാണ് നീ എന്ന് അവരോട് ചോദിച്ചാൽ, ആരോട്?
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധിത സമൂഹത്തോട് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ ഫഅഹിയാ ബിഹിൽ അർള മിൻ ബഅദി മൗതിഹാ, മയ്യത്തായി കിടക്കുന്ന ഭൂമിയെ ആ മഴ കൊണ്ട് ആരാണ് ജീവിപ്പിക്കുന്നത് എന്നും നീ അവരോട് ചോദിച്ചാൽ തീർച്ചയായും അല്ലാഹു ആകുന്നു എന്നവർ പറയും. ഖുൽ, മുഹമ്മദ് നബിയെ പറയുക, അൽഹംദുലില്ലാഹ്, ഖുലിൽ ഹംദുലില്ലാഹ്, അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും എന്ന് നീ പറയുക. ബൽ, പക്ഷേ അക്സറുഹും ലാ യഖിലൂൻ, അവരിൽ അധിക പേരും ചിന്തിക്കുന്നില്ല. 29-ാം അധ്യായത്തിലെ 63-ാം ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ മക്കയിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം സ്വീകരിക്കാൻ ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ലാത്തയോടും ഉസ്സയോടും ജിന്നിനോടും മലക്കിനോടും ഒക്കെ പ്രാർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും അവരോട് ഇസ്തിഗാസ നടത്തുകയും ചെയ്ത മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ, അവരോടും ചോദിച്ചാൽ അവർ പറയും മഴ ഇറക്കുന്നത് അല്ലാഹുവാണ്. അത് ഇബ്രാഹിം നബിയാണെന്നോ ഇസ്മായിൽ നബിയാണെന്നോ ജിന്നാണെന്നോ മലക്കാണെന്നോ വിഗ്രഹാണെന്നോ ഒന്നും അവർ പറയില്ല. അത് അല്ലാഹ് തന്നെയാ. അതുപോലെ തന്നെ ആ മഴ ഇവിടെ പെയ്യുക വഴി ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, നിർജീവമായ ഭൂമിയെ അതും അല്ലാഹു ആകുന്നു എന്നവൻ സമ്മതിക്കും. എന്നാൽ നബിയെ ഓരോട് പറഞ്ഞ അൽഹംദുലില്ലാഹ് പറയാൻ, ഈ മഴ തന്ന റബ്ബിന് സ്തുതി, അവനാണ് സ്തുതി. പക്ഷേ ബൽ, അങ്ങനെയൊക്കെയാണെങ്കിലും അക്സറുഹും, അതേ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഭൂരിപക്ഷം ആളുകളും ലാ യഖിലൂൻ, ചിന്തിക്കുന്നില്ല. ഒന്ന് വെള്ളത്തെ പറ്റി ചിന്തിച്ചാലും ആ വെള്ളത്തിന്റെ അതിന്റെ ഉറവിടം പടച്ചോനാണ്, അല്ലാഹുവാണ് നൽകുന്നത് എന്ന് കണ്ടെത്താൻ എന്തെങ്കിലും പണിയുണ്ടോ? പക്ഷേ ആളുകൾ അങ്ങനെയല്ല. ഇന്ന് ഇന്ത്യ രാജ്യത്ത് വെള്ളമില്ലാത്ത അവസ്ഥ വന്നാൽ മറ്റു മതക്കാർ ആരോട് പ്രാർത്ഥിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. അവരവരുടെ ക്ഷേത്രങ്ങളിലേക്കും ദേവന്മാരുടെ പേരിലും ദേവിമാരുടെ പേരിലും നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്ന ധാരാളം കണക്കിന് വാർത്തകൾ നമ്മൾ കണ്ടു. എന്നാൽ മുസ്ലിം സമൂഹത്തിന് ഇടയിൽ തന്നെ മഴയില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും എന്നിട്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി ആളുകൾ മഹാനായ ഒരു പണ്ഡിതനെ പുകഴ്ത്തുന്നു. ആ പുകഴ്ത്താൻ അർഹമായ രൂപത്തിലുള്ള പാണ്ഡിത്യം അദ്ദേഹത്തിനുണ്ട്. മഹാനായ മുഹയ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി, സംശയമില്ല, ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത, തന്റെ ആരോഗ്യവും സമ്പത്തും വിജ്ഞാനവും എല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ച മഹാനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഒരു ത്വരീഖത്ത്, നമ്മുടെ നാട്ടിൽ ഒരു ത്വരീഖത്ത് നിലവിൽ വന്നു, ഖാദിരിയ ത്വരീഖത്ത്. ആ ഖാദിരിയ ത്വരീഖത്തുകാര് ഈസാ നബി അലൈഹിസ്സലാമിനെ പുകഴ്ത്തിയിട്ട് യേശുവേ എന്ന് വിളിക്കുന്ന അവസ്ഥയിലേക്ക് ക്രൈസ്തവർ എത്തിച്ചതുപോലെ മഹാനായ മുഹയ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെ പടച്ചവന്റെയും അതിനും അപ്പുറത്തേക്കും എന്നൊക്കെ പറയാവുന്ന സ്ഥാനത്തിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടുന്ന് കുത്തുബാണ്, ഈ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്ന ആള്, ഈ ലോകത്തുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളാണ് മുഹയ്യിദ്ദീൻ ഷേഖ്. എന്നിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴും എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോൺ വരും, ഒരു കുത്തുബിയത്ത് കഴിക്കണം, അത് കഴിച്ചാൽ പിന്നെ കാര്യങ്ങളൊക്കെ ശരിയായിരുന്ന ആളുകളുടെ ധാരണ. എന്താണ് അതിലുള്ളത്? മഴയുമായി ബന്ധപ്പെട്ട് യാ കുത്തുബ അഹ്ലിസ്സമാ വൽ അർളി ഗൗസഹുമാ യാ ഫൈല ഐനി വുജൂദിഹിം വഗൈസഹുമാ. എന്താണ്? മുഹയ്യിദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി പറയുകയാണ്, ആകാശ ഭൂമികളുടെ കുത്തുബും കേന്ദ്രബിന്ദുവും അച്യുതണ്ട്, ഇതൊക്കെ എങ്ങനെ പോകണമെന്ന് ഓരോ കാലഘട്ടത്തിലും ഓരോ കുത്തുബുണ്ടാവുന്ന ഈ ത്വരീഖത്തുകാരുടെ വിശ്വാസം. അതാ വ്യക്തിയാണ് ഈ അച്യുതണ്ട് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അങ്ങനെ കുത്തുബായ മുഹയ്യിദ്ദീൻ ഷേഖ്, അതേപോലെ തന്നെ ഗൗസ്, എല്ലാവരെയും സഹായിക്കുന്ന ആളുമായ മഹാനവറുകളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ അരുവിയും മഴയും വെള്ളവും നൽകുന്ന മഹാനേ. അപ്പൊ ആരാ മഴ നൽകുന്നത്? മുഹയ്യിദ്ദീൻ ഷേഖ്. കാരണം ആകാശ ലോകത്തിന്റെ ഖുതുബ. ഇത് ഓതുന്ന എത്ര ആളുകൾക്ക് ഈ ശിർക്ക് നോക്ക്. നിങ്ങൾക്കറിയോ മക്കയിലെ മുശ്രിക്കുകളോട് എന്താ ചോദിച്ചത്? ആരാ മഴ പെയ്യും? അവരെന്താ മറുപടി പറഞ്ഞത്? അല്ലാഹുന. എന്നാൽ അവരെയും കവച്ചു വെച്ചിട്ട് ആകാശ ലോകത്തുനിന്ന് മഴയും അരുവിയും ഒഴുക്കുന്ന മഹാനെ ആരാ? അള്ളയല്ല, മറിച്ച് മുഹയ്യിദ്ദീൻ. അതാ പറഞ്ഞത്, മക്കയിലെ മുശ്രിക്കുകളെയും കവച്ചു വെക്കുന്ന അവസ്ഥയിൽ ഈ നാട്ടിലുള്ള മിക്കവാറും ബൗദ്ധ വിശ്വാസികളായ ആളുകളും പറയും, അത് നിങ്ങളൊക്കെ പറയാ ദൈവം തന്നെ ആകാശത്ത് സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, മഴ പെയ്യിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, അതൊക്കെ നിങ്ങൾ ഞങ്ങളൊക്കെ പറയുന്ന ആ പടച്ചോൻ തന്നെ. പിന്നെ നമുക്ക് പടച്ചോന്റെ അടുത്തേക്ക് നേരിട്ട് അങ്ങ് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ
ഞങ്ങൾ യേശുവിന്റെ അടുത്ത് പോകുന്നു, ഞങ്ങൾ ശ്രീരാമന്റെ അടുത്ത് പോകുന്നു. ഒരു മധ്യവർത്തിയായിട്ടാണ് പറയാറുള്ളത്. അതിനെ എല്ലാം കവച്ചു വെച്ചിട്ട് മഴ പെയ്യിപ്പിക്കുന്നത്, അരുവികൾ ഒഴുക്കുന്നത് മൊഹീദ്ദീൻ ഷെയ്ഖാണ് എന്ന് പാവപ്പെട്ട വിശ്വാസികളെ കൊണ്ട് കേരളത്തിൽ അതിശക്തമായ ഈ ശിർക്കിനെതിരെയുള്ള പോരാട്ടം കൊണ്ട് പൊതുവെ ഇത്തരം കാര്യങ്ങൾ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റൊരു ഭാഗത്ത് അതിശക്തമായി കുത്തുബിയത്തുകൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കേരളത്തിന് പുറത്തോ മഴയില്ലാത്ത അവസ്ഥ വന്നാൽ ഒരു സംശയവും വേണ്ട, കുത്തുബിയത്ത് കഴിക്കുക. മഴ പെയ്യാൻ കുത്തുബിയത്ത് കഴിക്കുക, മൊഹീദ്ദീൻ ഷെയ്ഖിനെ വാഴ്ത്തിയിട്ട് കുത്തുബിയത്ത് കഴിക്കുക എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഈ ലളിതമായ ആശയത്തെ പോലും ഒഴിവാക്കിയിട്ട് ജനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ലാത്തവരിലേക്കാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത്. അവനത്രേ തന്റെ അനുഗ്രഹത്തിന്റെ മുമ്പായി അഥവാ മഴയുടെ മുമ്പായി സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് കാറ്റുകളെ അയക്കുന്നവൻ അള്ളാഹുവാണ്. ഖുർആൻ പറയാണ് അവനത്രേ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹത്താ ഇദാ അഖല്ലത് സഹാബൻ ഫിഖാലൻ സുഖ്നാഹു ലിബലദിൻ മയ്യിത്തിൻ. അങ്ങനെ അഥവാ കാറ്റുകൾ ഭാരിച്ച മേഘത്തെ വഹിച്ചു കഴിഞ്ഞാൽ നിർജീവമായ വല്ല നാട്ടിലേക്കും നാം അതിനെ നയിച്ചു കൊണ്ടുപോവുകയും. എവിടെയാ മഴ പെയ്യേണ്ടത്? മേഘം രൂപപ്പെടുന്ന സ്ഥലത്ത് മഴ പെയ്തോളണമെന്നില്ല. ആ കാറ്റിങ്ങനെ വഹിച്ചു കൊണ്ടുപോയി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച ആ സ്ഥലത്തേക്ക് അതിനെ വഹിച്ചു കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ വെള്ളം ചൊരിയുകയും അതുമൂലം എല്ലാത്തരം കായ്കനികളും നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് കഴിക്കുന്ന അരിഭക്ഷണം അത് ഉണ്ടാകാൻ ഈ മഴ വേണം. അതിനോടൊപ്പം നമ്മൾ കഴിക്കുന്ന ഏത് ഭക്ഷണമാകട്ടെ അതിന് മഴ വേണം. ഫ്രൂട്ട്സ് ആവട്ടെ മഴ വേണം, അതേപോലെ കിഴങ്ങ് വർഗങ്ങളാകട്ടെ മഴ വേണം. ആ മഴ പെയ്യുക വഴി അവർക്ക് ധാരാളക്കണക്കിന് കായ്കനികളും മറ്റും നാം കൊടുക്കുന്നു. എന്നിട്ട് അത് നേരെ മറ്റൊരു വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോയി. അതുപോലെ നിർജീവമായ ഭൂമിയിലേക്ക് കാറ്റുകളെ അയച്ച് കനത്ത കാർമേഘങ്ങളെ നാം ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് അങ്ങനെ ആ വെള്ളത്തെ ഇറക്കിയിട്ട് എല്ലാ തരം കായ്കനികളിൽ നിന്നും നാം പുറത്തു കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മളൊക്കെ എങ്ങനെയാ ജീവിക്കുന്നത്, നമ്മുടെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്. ഒറ്റയടിക്ക് മറ്റൊരു വിഷയത്തിലാ പിന്നെ അപ്രകാരമാണ് മരണപ്പെട്ടവരെ നാം ജീവിപ്പിക്കുന്നത്. ലഅല്ലകും തദക്കറൂൻ. നിങ്ങൾ ചിന്തിച്ചേക്കാം, ആലോചിച്ചേക്കാം. ഇതൊക്കെ ചിന്തിച്ച് ഈ കോലത്തിൽ നമ്മളെ നിർത്തിയ പടച്ചോന് മരിച്ചാ പിന്നെ ജീവിപ്പിക്കാൻ എന്താണോ പണിയുന്ന ആ മണ്ണിനടിയിൽ സംരക്ഷിക്കപ്പെട്ട വിത്തൊക്കെ മഴ പെയ്തപ്പോ മുളച്ചങ്ങോട്ട് പുറത്തു വന്നിട്ട് കായികനികളായി തന്ന പടച്ചോൻ ഈ അങ്ങോട്ട് മരിച്ചുപോയി, എന്നെ രണ്ടാമത് എഴുന്നേറ്റ് കൊണ്ടുപോരാൻ. അതുപോലെയാണ് മരണപ്പെട്ടവരെ നാം പുറത്തു കൊണ്ടുവരുന്നത്. ലഅല്ലകും തദക്കറൂൻ. അവർ ഉറ്റാലോചിച്ചെങ്കിൽ, അവർ ചിന്തിച്ചെങ്കിൽ, മഴ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോ നിത്യമായ പരലോകത്തെ കുറിച്ച് ചിന്തിപ്പിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ വെച്ച് ദൈവാസ്തിക്യം, മഴ വെച്ച് തൗഹീദ്, മഴ വെച്ച് പരലോകം, ഇങ്ങനെ ഒട്ടേറെ വിശുദ്ധ ഖുർആനിൽ മഴയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഈ മഹത്തായ അനുഗ്രഹം അത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാകുന്നുവെന്നും അതിന് നന്ദി ചെയ്യണമെന്നും ഒട്ടേറെ പാഠങ്ങൾ മഴയാകുന്ന വെള്ളമാകുന്ന അനുഗ്രഹത്തിലൂടെ അല്ലാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കി വിനീതമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മഴയാകുന്ന മഹത്തായ അനുഗ്രഹത്തെ, വെള്ളമാകുന്ന മഹത്തായ അനുഗ്രഹത്തെ നാം എങ്ങനെ കാണണം എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഈ വെള്ളമാകുന്ന അനുഗ്രഹം ഒരു പൊതു സ്വത്താണ്. ഒരു വീട്ടിൽ കിണറുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ വെള്ളം
അത് ഞങ്ങളുടെ പറമ്പിലുള്ള വെള്ളം, ഉടമസ്ഥാവകാശം ഞങ്ങൾക്ക് എന്ന് പറയാൻ പാടില്ല. പൊതു സ്വത്താണ് വെള്ളം. അത് നമ്മുടെ വീട്ടിലെ കിണറിൽ ഇപ്പോൾ വെള്ളമുള്ള അവസ്ഥയിലായി. ഒരുപക്ഷെ തൊട്ടപ്പുറത്തെ കിണറിലാകാം വെള്ളം വറ്റാതിരിക്കുന്നത്. അതുകൊണ്ട് ഉടമസ്ഥാവകാശം അവകാശപ്പെടാൻ മുസ്ലിമിന് പാടില്ല. എല്ലാവർക്കും ഉള്ള വെള്ളമാണിവിടെ. ആർക്കും വെള്ളമെടുക്കാം. കൂട്ടത്തിൽ ഞങ്ങൾക്കും വെള്ളമെടുക്കാം. യാത്രയിൽ നമ്മൾ വെള്ളവുമായി, നമ്മുടെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്, നമ്മൾ പണം കൊടുത്തു വാങ്ങിയതല്ലേ. പക്ഷെ മറ്റൊരാൾ ഇത്തിരി വെള്ളം എന്നൊന്ന് ആംഗ്യം കാണിച്ചാൽ, ഞാനേ 20 ഉറുപ്പിക എടുത്ത് വാങ്ങിയതാ, അങ്ങ് വാങ്ങിക്കോ, ആ മനസ്ഥിതി പോലും പാടില്ല. അയാൾ ചോദിച്ചത് വെള്ളമാണ്. പണം കൊടുത്തു വാങ്ങിയതാണെങ്കിൽ നമുക്ക് കൂടുതൽ കൂലി കിട്ടും. അങ്ങനെ വേണമെന്ന മുഖഭാവം കണ്ടാൽ അങ്ങോട്ട് നീട്ടിയിട്ട് വെള്ളം വേണോ എന്ന് ചോദിക്കണം. ഇതായിരിക്കണം സത്യവിശ്വാസിയുടെ മനസ്ഥിതി. കാരണം വെള്ളമാകുന്ന അനുഗ്രഹത്തോടുള്ള നന്ദി, ആ വെള്ളത്തെ എങ്ങനെ കാണണമെന്നാണ് പരിശുദ്ധ ഖുർആനും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും പഠിപ്പിച്ചത്. ആ രൂപത്തിൽ തന്നെ അതിനെ കാണുക എന്നതാണ്. അതോടൊപ്പം വെള്ളം ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. മദീനയിൽ ഒരു കിണർ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രോത്സാഹന പ്രകാരം അവിടുന്ന് വഖഫ് ചെയ്തു. കാലങ്ങളോളം, വർഷങ്ങളോളം ഇന്നും ആ കിണറുണ്ട്. ഇന്നും ആ കിണറുണ്ട്. ആ കിണർ അവിടുന്ന് ദാനം ചെയ്യുമ്പോ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ആഗ്രഹം എന്താണ്? ഇതിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോഴൊക്കെ എനിക്കതിന്റെ കൂലി കിട്ടും. അപ്പൊ ഒരാഗ്രഹം, ഒരു കിണർ കുഴിച്ചു കൊടുക്കണം. നമ്മുടെ മനസ്സിലൊരാഗ്രഹം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ഒരു കാര്യം, ഒരു കിണർ എവിടെയാണ് ധാരാളം ആളുകൾക്ക് വെള്ളം കിട്ടാൻ ഒരു സംവിധാനം, നമ്മുടെ ഒരു പ്രൊജക്ട്, നമ്മുടെ ഒരു അന്വേഷണം. എന്തിന്? പരലോകത്ത് കൂലി കിട്ടാൻ. പരലോകത്തേക്ക് കുറെ, ഈ ലോകത്ത് നമ്മുടെ സമ്പാദ്യത്തിന് വേണ്ടി അവിടെ ഒരു ബിസിനസ് വല്ല ചാൻസ് ഉണ്ടോ, ആ അങ്ങാടിയിൽ ഇങ്ങനത്തെ ഒരു കടക്ക് ചാൻസ് ഉണ്ടോ, അവിടെ ഒരു ഷെയർ എനിക്ക് കിട്ടുമോ, ഇതൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ടൊക്കെ ഹലാലാണ്. ആ ചിന്തക്കൊന്നും ഒരു കുഴപ്പമില്ല, ഹലാലാണ്, അള്ളാഹ് അനുവദിച്ചതാണ്. എന്നാൽ പരലോകത്ത് എനിക്കൊരു ഷെയർ കിട്ടാൻ എന്തുണ്ട് മാർഗം? അപ്പൊ അങ്ങനെ, അതേപോലെ കുടിവെള്ളം വറ്റിപ്പോകുന്ന സന്ദർഭങ്ങളിൽ വെള്ളമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. ടാങ്കർ ലോറികളും മറ്റും സംഘടിപ്പിച്ച് നമ്മുടെ ചെലവിൽ വെള്ളം ഇല്ലാത്ത ആളുകൾക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുക. കുടിവെള്ളം ആവശ്യമുള്ള സ്ഥലങ്ങൾ നോക്കി കണ്ട് അവിടെ നമ്മുടെ വക വെള്ളം കൊടുക്കുക. ദാഹിച്ചു വലഞ്ഞു വരുന്ന മനുഷ്യന്മാർ അവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോ കൂലി നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ്. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹമായ വെള്ളത്തിന് നന്ദി ചെയ്യേണ്ടത് അത് ലഭിക്കാത്തവർക്ക്, അത് ആവശ്യമുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ സ്വർഗത്തിൽ പോകാൻ കാരണമായി പറഞ്ഞത്, ദാഹിച്ചു വലഞ്ഞ് നാവ് നീട്ടി നീട്ടി നടക്കുന്ന ഒരു നായയെ കണ്ടപ്പോ അതിന്റെ ദാഹം മനസ്സിലാക്കി ചെറിയൊരു കിണറിലേക്ക് ഇറങ്ങി തന്റെ ഷൂസിന്റെ ഉള്ളിൽ വെള്ളമെടുത്ത് ആ നായക്ക് കൊടുത്തു എന്നതാണ്. അപ്പൊ ആ മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടു പോകാൻ കാരണമായി തീരുന്ന ആ നന്മ എന്താ? ഒരു ജീവി, പടച്ചവന്റെ ഒരു സൃഷ്ടി, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകേണ്ട ഒരു നികൃഷ്ട ജീവി. പക്ഷേ അതും ഒരു ജീവിയാണ്. അതിന് വിശപ്പുണ്ടാകും, അതിന് ദാഹമുണ്ടാകും. ആ ദാഹത്തെ ഈ മനുഷ്യൻ പരിഗണിച്ചു. എന്നിട്ട് ആ ജീവിക്ക് വെള്ളം കൊടുത്തു. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു ഏതൊരു പോയിന്റിലാണ് നമ്മളെ അങ്ങ് പരിഗണിക്കുക നമുക്കാർക്കും അറിയില്ല. അതുകൊണ്ട് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യുന്ന നന്മ എന്നതിനപ്പുറത്ത് നാം പ്രത്യേകം, ഇപ്പോൾ ഈ കിളികളും പക്ഷികളും പലതും ചത്തൊടുങ്ങിപ്പോകാൻ കാരണമാകുന്ന തരത്തിലുള്ള വേനലിലേക്കാണ്. വേനൽക്കാലം എന്ന് പറയാനായോ? ഇല്ല, മാർച്ച് പോലും ആയിട്ടില്ല. പക്ഷെ ഇപ്പോൾ തന്നെ വെള്ളം വറ്റുകയും അതുമായ ബന്ധപ്പെട്ട പ്രയാസങ്ങൾ തുടങ്ങി. കാരണം മഴയുടെ അളവ് കുറവായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ട് പക്ഷികൾ വല്ലാതെ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുക, കുടിക്കട്ടെ. പക്ഷികളൊക്കെ വന്ന് ആ വെള്ളം കുടിക്കട്ടെ. പലപ്പോഴും തീരെ പലരും പരിഗണിക്കാത്ത ഒരു സംഭവമാണ്. അതുകൊണ്ട് പക്ഷികൾക്കുമൊക്കെ വെള്ളം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ വക. ആ പാത്രമായിട്ട് ഇങ്ങനെ പോകുമ്പോ ചോനെ കൂലി തരണേ, ആ ബോധം മാത്രം. അല്ലാതെ അത് ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇടാൻ വേണ്ടിയിട്ടല്ല, അത് നമുക്ക് കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്, പരലോകത്ത് അള്ളാഹ് കാണാൻ വേണ്ടിയിട്ടാണ്. ആ നിലക്ക് വെള്ളം ആകുന്ന അനുഗ്രഹത്തെ സർവ്വജീവികൾക്കും അത് ലഭിക്കുവാനുള്ള സംവിധാനങ്ങൾ നാം ചെയ്തു കൊടുക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതോടൊപ്പം തന്നെ മഴയില്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്.
എന്നാൽ പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. മഴയ്ക്ക് വേണ്ടി ഒറ്റക്ക് പ്രാർത്ഥിക്കണം, കൂട്ടായി പ്രാർത്ഥിക്കണം. മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ നിർവഹിക്കേണ്ടതാണ്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പ്രാർത്ഥന ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തു. അല്ലാഹുമ്മ അഗിസ്നാ. എത്ര ചെറിയ പ്രാർത്ഥന! അല്ലാഹുമ്മ, അല്ലാഹുവേ, അഗിസ്നാ, ഞങ്ങൾക്ക് മഴ തരേണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യണം. ഗൾഫിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായ മഴ ഉണ്ടായി. നമുക്കറിയാം, മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ആ നാടുകളിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഴ തരാൻ റബ്ബിന് മാത്രമേ കഴിയുകയുള്ളൂ. കൃത്രിമ മഴ എന്നൊക്കെ പറഞ്ഞ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ട് കൃത്രിമ മഴ ഉണ്ടാക്കാൻ നോക്കി. പക്ഷേ ആ ഉണ്ടാക്കിയ ആൾക്കാർക്ക് ഒരു തുള്ളി കിട്ടിയില്ല. വേറെ സ്ഥലത്ത് പോയിട്ട് അവിടെയാ അത് പെയ്തത്. അപ്പൊ അതുകൊണ്ട് മഴയെ കൃത്യമായി ഉണ്ടാക്കാൻ കഴിയില്ല. അത് പെയ്തതിന്റെ പിന്നിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയന്ത്രണം തന്നെയാണ്. അതുകൊണ്ട് മഴ പെയ്യിപ്പിക്കുവാൻ നമുക്കാർക്കും സാധ്യമല്ല. അതിന്റെ ഉടമസ്ഥൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബിനോട് മഴയ്ക്കു വേണ്ടി നാം പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ അഗിസ്ന എന്നിടത്ത് ആ ഐന് പുള്ളിയുണ്ട്, അഗിസ്ന എന്നല്ല, അഗിസ്ന. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ തരേണമേ എന്ന് 3 പ്രാവശ്യം ആ ഹദീസിൽ അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന എന്നിങ്ങനെ 3 പ്രാവശ്യം ആ ഹദീസിൽ 3 സലാസ മറാന്ന് കൊടുക്കല്ല ചെയ്തത്, മറിച്ച് 3 പ്രാവശ്യം ഹദീസിൽ അങ്ങ് കൊടുത്തു. അപ്പൊ അങ്ങനെ തന്നെ ഹദീസിൽ പറഞ്ഞതുപോലെ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ മഴയ്ക്കു വേണ്ടി തേടുക എന്നത് വളരെ പ്രധാനമാണ്. മറ്റൊരു പ്രാർത്ഥന അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മുരീഅൻ നാഫിയൻ ഗൈറ ദാജിൻ ആജിലൻ ഗൈറ ആജിലിൻ. ആദ്യം കേൾക്കുമ്പോ നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ട് അല്പം പ്രയാസം തോന്നുമെങ്കിലും അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. സഹായപ്രദവും ഗുണപ്രദവും ആരോഗ്യപ്രദവുമായ മഴ ഞങ്ങൾക്ക് നൽകണമേ. അതാണ് ഒരാവശ്യം. തീർന്നില്ല, മഴ ഞങ്ങൾക്ക് കാലതാമസം കൂടാതെ നൽകണമേ. അത് ഉപകാരപ്രദവും ഉപദ്രവമില്ലാത്തതും ആക്കേണമേ. ഒരൊറ്റ മഴ അത് തന്നെ മതിയാകും നാശനഷ്ടങ്ങൾ ഉണ്ടാകാൻ, അത് തന്നെ മതിയാകും വെള്ളപ്പൊക്കത്തിലേക്ക് വരെ എത്താൻ. അതുകൊണ്ട് മഴ കിട്ടിയാൽ മാത്രം പോരാ, അത് ഉപകാരപ്രദമാകണം, സഹായകരമായ മഴയാകണം. ആരോഗ്യകരമായ മഴയിലൂടെ പ്രയാസങ്ങളും അന്തരീക്ഷത്തിലുള്ള മാലിന്യങ്ങൾ അങ്ങ് വന്നാൽ അതിലൂടെ രോഗം ഉണ്ടാവുക. അതുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി പഠിപ്പിച്ച പദപ്രയോഗങ്ങൾ നോക്കൂ. അതെ, വഹയിന്റെ അടിസ്ഥാനത്തിൽ റബ്ബ് തന്നെ പഠിപ്പിച്ചു കൊടുത്തതാണല്ലോ. അതുകൊണ്ട് അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരീഅൻ മുരീഅൻ നാഫിയൻ ഗൈറ ലാജിൻ ആജിലൻ ഗൈറ ആജിലിൻ. സഹായപ്രദവും സുഖപ്രദവും ആരോഗ്യപ്രദവുമായ മഴ ഞങ്ങൾക്ക് നൽകണമേ. മഴ ഞങ്ങൾക്ക് ഉടനെ കാലതാമസമില്ലാതെ നൽകണമേ. അത് ഉപകാരപ്രദവും ഉപദ്രവകരമല്ലാത്തതും ആക്കി തീർക്കണമേ. നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷയിലും അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി തേടാം. അതുകൊണ്ട് മഴ തരാൻ ഈ ലോകത്ത് റബ്ബിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ലോകത്ത് ഒരു സൃഷ്ടിക്കും മഴ തരാൻ നമുക്ക് സാധ്യമല്ല. അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യമാണ്. അത് മലക്കിന് തരാൻ കഴിയില്ല, ജിന്നിന് തരാൻ കഴിയില്ല, മരണപ്പെട്ടവർക്ക് പോയാൽ തരാൻ കഴിയില്ല, വിഗ്രഹങ്ങൾക്ക് തരാൻ കഴിയില്ല, ലോകത്തുള്ള ഒരു ആരാധ്യനും തരാൻ കഴിയില്ല. അത് തരാൻ കഴിയുന്നത് റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ റബ്ബിനോടാണ് മഴ തേടേണ്ടത്. മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മഴയ്ക്ക് ക്ഷാമമുണ്ടായ ഘട്ടമുണ്ടായിരുന്നു. ഒരു ജുമുഅ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, കന്നുകാലികൾ വരെ ചത്തുപോകുന്ന അവസ്ഥയിലാക്കാണ് വരൾച്ചയുടെ ആധിക്യം. അതുകൊണ്ട് അങ്ങ് മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. ജുമുഅ തീരും മുമ്പ് ഹബീബിന്റെ ദുആ അല്ലാഹു സ്വീകരിച്ച് ജുമുഅ തീരും മുമ്പ് കാർമേഘം ആകാശത്ത് കനത്തു, മഴ പെയ്തു. ഹദീസുകളിൽ കാണാം, ഇന്നത്തതുപോലെ ടെറസിന്റെ പള്ളിയൊന്നുമല്ലല്ലോ. മഴ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വരികയും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിലേക്ക് വരികയും താടി രോമങ്ങളിലൂടെ വെള്ളം ഉറ്റി വീഴുകയും ചെയ്തു. ഏതാ സമയം? ജുമുഅയുടെ സമയം. ദുആ ചെയ്ത് ഉത്തരം ഉടനെ തന്നെ കിട്ടി.
അതിന്റെ അർത്ഥം എന്താ? ആ സ്വഹാബത്തിന് നേരിട്ടങ്ങ് പ്രാർത്ഥിച്ചാ പോരെ മഴക്ക്? അവരെന്തിനാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ പറഞ്ഞത്? അത് തവസ്സുലാണ്, ഇസ്ലാമിലെ തവസ്സുലാണത്. തവസ്സുൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗം തേടുക. ആ മാർഗങ്ങൾ എണ്ണി എണ്ണി ഖുർആനിലും ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിലൊന്ന് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്നവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക. പലപ്പോഴും നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സഹാബത്തിനോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് റസൂലുള്ളാഹിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. റസൂലുള്ളാഹിക്ക് വേണ്ടി നമ്മൾ ദുആ ഇറക്കണം. ഉമർ ഖത്താബ് ഹജ്ജിന് ഉംറക്കും പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആരാ പറയുന്നത്? ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പൊ മറ്റുള്ളവരെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുക എന്നത് സുന്നത്തായ കാര്യമാണ്, പുണ്യകരമായ കാര്യമാണ്. എന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് സ്വഹാബത്ത് ദുആ ചെയ്യിപ്പിച്ചു. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, അങ്ങനെ അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ അങ്ങ് ദുആ ചെയ്താൽ മതി എന്ന് പറഞ്ഞോ? ഇല്ല, അവര് ദുആ ചെയ്യുന്നുണ്ട്. ഒപ്പം അവർക്ക് ഏറ്റവും തഖ്വയുള്ളതായി ബോധ്യമുള്ള ഒരാളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ മോന് പരീക്ഷയാണ്, മോൾക്ക് പരീക്ഷയാണ്, ഭാര്യയ്ക്ക് ഓപ്പറേഷനാണ്, അല്ലെങ്കിൽ ഇന്നൊരു പ്രയാസം നമുക്കുണ്ട്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നുവെന്ന് നമുക്ക് ബോധ്യമുള്ള ഒരാളോട് ഇന്ന വിഷയത്തിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയാമെന്ന് മാത്രമല്ല, അങ്ങനെ പറയൽ പുണ്യകർമ്മമാണ്. അങ്ങനെ ഒരാൾ മറ്റൊരാളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ആ പറയുക വഴി ആ വ്യക്തി അള്ളാഹുവിലേക്ക് അടുക്കും. തവസ്സുലാണ്, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള മാർഗമാണ്. ഉദാഹരണം, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇപ്പോൾ ഹറമിലുണ്ടെന്ന് കരുതുക. ഇപ്പൊ ഒരാൾ ഹറമിലുണ്ട്, ഉംറക്ക് പോയതാണ്. നമുക്കിവിടെ ഒരു പ്രയാസമുണ്ട്. നമ്മൾ അയാൾ നമ്പർ എടുത്തു, അയാൾ വാട്സപ്പ് ബന്ധപ്പെട്ടു, നിങ്ങൾ ഇന്ന കാര്യം ഹറമിൽ വെച്ച് ദുആ ചെയ്യണം. എവിടെ ആ വ്യക്തി ഉള്ളത്? നമ്മുടെ സഹോദരനുള്ളത് ഹറമിലാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന കേന്ദ്രത്തിലാണ് ഉള്ളത്. ആ സന്ദർഭം പെട്ടെന്നൊരു പ്രയാസം ഉണ്ടാവുമ്പോ, സൗദിയിൽ നമ്മൾ എന്നൊരാളുണ്ട്, നിങ്ങൾ അടുത്തങ്ങനെ ഹറമ് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. എന്തിനാ ഇങ്ങനെയൊക്കെ പ്രയാസം, ഈ ഫോണിൽ പ്രയാസപ്പെടുന്നത്? നമുക്ക് ദുനിയാവിൽ വല്ല ബിസിനസിന് വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ വിഷയം പരിശുദ്ധ ഹറമിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യാം. അങ്ങനെ ദുആ ചെയ്യിപ്പിക്കുന്നത് ഇസ്ലാമിൽ അനുവദനീയമാണെന്ന് മാത്രമല്ല, അത് പുണ്യകർമ്മവും കൂടിയാണ്. എന്നാൽ ഇതേ തവസ്സുൽ, ഈ മഴയുമായി ബന്ധപ്പെട്ട ഇതേ വിഷയം നേരെ നരകത്തിൽ പോകുന്ന തരത്തിലും ആകും. എന്താണ് തെളിവ്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ വീണ്ടും മഴയ്ക്ക് ക്ഷാമമുണ്ടായി. ആ സന്ദർഭത്തിൽ സ്വഹാബത്ത് എന്താ ചെയ്തത്? അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇപ്പോൾ റസൂലുള്ളാഹി നമ്മോടൊപ്പമില്ല, കുന്നാ നതവസ്സൽനാ, ഞങ്ങൾ അങ്ങയെ തവസ്സുലാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് മഴക്ക് തേടണം. അദ്ദേഹത്തിന് ഇമാമാക്കി അവർ മഴക്ക് വേണ്ടി നിസ്കരിച്ചു, അദ്ദേഹം കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ റസൂലുള്ളാഹി ഇല്ലേ? ഉണ്ട്. എന്തേ അവർ ആ ഖബറിന്റെ അടുത്തേക്ക് പോകാഞ്ഞു? ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമാണ്, അതുകൊണ്ട് നിങ്ങൾ തേടിക്കോളൂ എന്നൊക്കെ ദുർവ്യാഖ്യാനം ആ അടിസ്ഥാനത്തിലാണെങ്കിൽ സ്വഹാബത്ത് എന്ത് ചെയ്യണം? റസൂലുള്ളാഹി നമ്മളോടൊപ്പം ഇല്ലെങ്കിലും ഖബറിന്റെ അടുത്തുണ്ടല്ല, എല്ലാരും വരും എന്ന് പറഞ്ഞ ഒരു കൂട്ട സിയാറത്ത് ഖബറിന്റെ അടുത്തേക്ക്. ഖബറിന്റെ സിയാറത്ത് ഉണ്ട് കേട്ടോ, റസൂലുള്ളാഹിക്ക് സലാം പറയാൻ, റസൂലുള്ളാഹിക്ക് വേണ്ടി സ്വലാത്തില്ല. അതിനപ്പുറത്ത് മഴ കിട്ടാൻ വേണ്ടി എല്ലാവരും കൂടി ഒരു കൂട്ട സിയാറത്ത് റസൂലിന്റെ ഖബറിന്റെ അടുത്തെത്തി. ഒരാൾ നബിനോട് മഴക്ക് തേടി, ബാക്കി എല്ലാവരും ആമീൻ പറഞ്ഞു. അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടായില്ല. സലഫ് അഹ്ലുസുന്നത്തി വൽ ജമാഅ, മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെ പഠിപ്പിച്ചില്ല. ജീവിച്ചിരുന്ന മഹാനായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനോടാണ് തേടേണ്ടത്. അതോടൊപ്പം നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ നന്നായി ശ്രദ്ധിക്കണം. കടലിൽ നിന്നാണ് നാം കുളിക്കുന്നതെങ്കിൽ പോലും വെള്ളം കുറച്ചുപയോഗിക്കും. ഇഷ്ടം പോലെ വെള്ളല്ലേ കടലിൽ, അതെന്താ അത്ര ശ്രദ്ധിക്കാൻ? അവിടെ പോലും ശ്രദ്ധിക്കണം. എന്നാൽ ഈ വരൾച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴും, വെള്ളത്തിന്റെ ക്ഷാമം നമ്മൾ നേരിട്ട് അനുഭവിച്ചു തുടങ്ങുമ്പോഴും, ചില ആളുകൾ കുളിക്കാൻ കയറിയാൽ അരമണിക്കൂർ ദീർഘമായി വെള്ളം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു. പാടില്ല. വളരെ ചെറിയ ഒരു അളവ് വെള്ളം കൊണ്ടായിരുന്നു. അടുത്ത പദം, എന്റെയും നിങ്ങളുടെയും കുളിയുടെ സമയം, എന്റെയും നിങ്ങളുടെയും കുളിക്ക് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറക്കാൻ കാരണമാകുന്നതാണ് അടുത്ത പദം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അല്പം അളവ് വെള്ളം കൊണ്ടായിരുന്നു കുളിച്ചത്. പിന്നെ സത്യവിശ്വാസിക്ക് സംശയമൊന്നുമില്ലല്ലോ.
സംശയമുള്ള സത്യവിശ്വാസികളല്ല. കാരണം റസൂലുള്ളാഹിയുടെ നടപടിക്രമങ്ങൾ വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങളുടെ സഹോദരൻ അഥവാ മുഹമ്മദ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിഷ്ടപ്രകാരം സംസാരിക്കുന്നവനല്ല, വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് അല്പം വെള്ളമേ ഉപയോഗിക്കാവൂ. അങ്ങനെ ഉപയോഗിച്ച് പഠിക്കണം. ഇനി സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ബാത്റൂമിൽ നിന്ന് വുദു ചെയ്യുന്നു എന്ന് കരുതുക. ആ വുദു ചെയ്യുന്ന വെള്ളം എന്താ നമ്മൾ ചെയ്യുക? ആ വെള്ളം നേരെ താഴോട്ടൊലിച്ച് നേരെ പോകും. അവിടെ ഒരു ബക്കറ്റ് വെച്ചാൽ ഒരു പക്ഷേ മൂത്രമൊഴിച്ച വേസ്റ്റ് ഒഴിവാക്കാൻ ഫ്ലഷ് അടിക്കേണ്ടി വരില്ല. ഈ വുദു ചെയ്ത വെള്ളം നേരെ പൈപ്പിൽ ഒഴുകിപ്പോകുന്നതിന് പകരം താഴെ ഒരു ബക്കറ്റ് വെച്ചാൽ ആ വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇപ്പൊ ഫ്ലഷ് അടിക്കുന്നത് ലാഭമായില്ലേ? അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വുദു ചെയ്യുന്ന സന്ദർഭത്തിൽ സമയമെടുക്കുന്ന ആളുകളുണ്ട്. കൈ കഴുകാൻ സമയമെടുക്കുന്നുവെങ്കിൽ ആ പൈപ്പ് ഓഫ് ആക്കിയിട്ട് കൈ കഴുകുക, വീണ്ടും പൈപ്പ് ഓൺ ആക്കുക. ഇങ്ങനെ 3 പ്രാവശ്യമാണ് കാല് കഴുകേണ്ടത്. അത് 3 എന്നത് ഓരോ തവണക്കും 3ന്റെ സമയമെടുക്കും. എന്നാലോ മുഴുവൻ നനയുക. കാലിങ്ങനെ നേട്ടിയാൽ വെച്ചു കൊടുക്കും. അതൊന്നും എല്ലാ സ്ഥലത്തും നനഞ്ഞെന്ന് ഉറപ്പുവരുത്തില്ല. കൈകൾ അവിടെ കൊണ്ടുപോയി എല്ലാ ഭാഗത്തും നനഞ്ഞു എന്ന് ഉറപ്പുവരുത്തണം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്യുമ്പോൾ കുനിഞ്ഞു നിന്ന് തന്റെ കാലിന്റെ ആ വിരൽക്കിടയിലെല്ലാം വെള്ളം എത്തിയെന്ന് എന്റെയും നിങ്ങളുടെയും ഹബീബ് മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുവരുത്തിയിരുന്നു. നീ കുനിയ്, എന്നിട്ട് കാല് ശരിക്ക് കഴിയുന്ന ഉറപ്പുവരുത്ത്. നിന്റെ ഹബീബ്, എന്റെ ഹബീബ്, നമ്മുടെ ഹബീബ് മഹാനായ മുത്തു മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രമാത്രം ശ്രദ്ധിച്ചിരുന്നു. വുദു എന്നതും ഒരു അമലാണ്, മറക്കരുത്. വുദു എന്നതും ഒരു അമലാണ്. നിസ്കാരം എന്നത് വേറൊരു അമലാണ്. ചില ആൾക്കാർ വുദു അങ്ങോട്ട് അവഗണിച്ചിട്ട് ഓടും. നിസ്കാരത്തിന് ഓടണ്ട. കൃത്യമായി വുദു ചെയ്ത് അത്തഹിയാത്ത് മാത്രമേ കിട്ടുള്ളൂ. അത് മതി. കാരണം വുദു എന്നത് ഒരു അമലാണ്, നിസ്കാരം വേറൊരു അമലാണ്. ഒരു അമല് കിട്ടാൻ മറ്റേ അമലിനെ അശ്രദ്ധമാക്കി കളയാൻ പാടില്ല. അതുകൊണ്ട് വെള്ളത്തിന്റെ അളവ് കുറയ്ക്കണം. അത് ഈ ക്ഷാമമുണ്ടാകുന്ന സന്ദർഭത്തിൽ മാത്രമല്ല, എപ്പോഴും നമ്മൾ സ്വീകരിക്കേണ്ടത്. നല്ലൊരു ഗ്ലാസ് ജ്യൂസ് തന്നു നമുക്ക്. ഒരു ഗ്ലാസ് ജ്യൂസ് ഒരു വീട്ടിലെത്തിയപ്പം അവസാനം 1/4 ഗ്ലാസിന്റെയും പകുതി അവിടെ ബാക്കി. അതെന്തിനാണ് അവിടെ വെച്ചത്? അത് മോശല്ലേ? മുഴുവൻ കുടിച്ചിട്ടില്ലെങ്കിൽ മോശമാണ്. ആ വിശിഷ്ടമായ വസ്തുവിന് എന്ത് കുഴപ്പമുള്ളത്? അരിച്ച് വൃത്തിയാക്കി തന്നതല്ലേ? മുഴുവൻ കുടിക്കണം. ഹോട്ടലിൽ കയറി ചായ കുടിച്ചു, വൃത്തിയുള്ള ചായ കിട്ടി, എന്തിനാ ബാക്കി അവസാനം അവിടെ കുറച്ച് വെച്ചത്? പാടില്ല, മുഴുവൻ കുടിക്കണം. വേസ്റ്റ് ആയി പോകുന്നു. നല്ല ഭക്ഷണം വേസ്റ്റ് ആയി പോകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, വെള്ളം ധൂർത്തായി പോകുന്ന അവസ്ഥ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ദുർവ്യയം ചെയ്യുന്നവർ ശൈത്താന്റെ കൂട്ടാളികളാണ്. അതുകൊണ്ട് ഒരിക്കലും ശൈത്താൻ ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വെള്ളത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗിച്ച് നന്ദിയുള്ളവരായി ആ വെള്ളം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വഴി കൂലി വാങ്ങാൻ, അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങൾ ഈ സന്ദർഭത്തിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിനയമുള്ള, അറിവുള്ള, അതനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള, പരലോകബോധമുള്ള അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും അവൻ നമുക്ക് വിട്ടുപൊറുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവന് മരണപ്പെട്ടു പോയ വിശ്വാസിനികളായ ആളുകളുടെ ഖബറുകൾ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ഇണകൾക്കും മാതാപിതാക്കൾക്കും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ ബന്ധപ്പെട്ട പലരും പരീക്ഷയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക. അവരുടെ പഠനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകുമാറാകട്ടെ, ഓർമ്മശക്തി നൽകുമാറാകട്ടെ. പഠിച്ച കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാനുള്ള തൗഫീഖ് എല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ പഠനത്തിലൂടെ ഏറ്റവും ബറക്കത്തായ ഒരു ഉപജീവന മാർഗത്തെ അല്ലാഹു നമ്മുടെ കുട്ടികൾക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാം കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം.